പരിശുദ്ധമായ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മളെല്ലാവരും നല്ലതുപോലെ നടന്നു പോകുമ്പോ അള്ളാഹു നമുക്ക് തരുന്നൊരു സൗഭാഗ്യമുണ്ട്. അള്ളാഹുവിന്റെ ആ പൊരുത്തവും അള്ളാഹുവിന്റെ ആ സന്തോഷവും നമുക്ക് കിട്ടണോ? എന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ? ഒരുപാട് റഹ്മത്തിന്റെ മാലാഖമാരുടെ കാവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തു ദുഖാൻ നമ്മൾ പാരായണം ചെയ്യുക. ആ സൂറത്തു ദുഖാനെ നമ്മൾ പാരായണം ചെയ്ത അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ഒരുപാട് ബലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അള്ളാഹു സന്തോഷം നൽകുന്നതാണ്. അള്ളാഹു സ്വർഗം നൽകുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സൂറത്തു ദുഖാൻ ഓതിയിട്ട് വീടുകളിലൂടെ വരുന്നവർ, അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂലല്ലോ, അള്ളാഹു സങ്കടങ്ങൾ കൊടുക്കൂലല്ലോ, മനസ്സിൽ വല്ലാത്ത പ്രയാസങ്ങൾ തരില്ലല്ലോ. ഇനി അങ്ങനെ കാണുമെന്ന് മരിച്ചുപോയാൽ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ അള്ളാഹു റഹ്മത്തിന്റെ മാലാഖമാരെ തരുമല്ലോ. അങ്ങനങ്ങ് മരിച്ചുപോയാൽ അള്ളാഹു റഹ്മത്തിന്റെ മാലാഖമാരെ തരും. നമ്മൾ പറഞ്ഞു വീടുകൾ മുഴുവനും അടിച്ചു വാരണം, എല്ലാം നല്ലതുപോലെ ഒരുക്കി വെക്കണം എന്നും നമ്മൾ പറഞ്ഞുവല്ലോ. മുഅ്മിനേ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധമായ റമളാനെ അത് വേണ്ടുന്ന കോലത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോ അവിടെയാ നമുക്ക് വിജയം കിട്ടുന്നത്, അവിടെയാ നമുക്ക് സന്തോഷം കിട്ടുന്നത്, അവിടെയാണ് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നത്, അവിടെയാണ് പടച്ചവന്റെ അനുരാഗം കിട്ടുന്നത്. ഒരാൾ അവിടെ നിന്ന് വീട് വൃത്തിയാക്കുമ്പോ മനസ്സുകൊണ്ട് കരുതുകയാണ്, അല്ലാഹ് ഞാൻ ഇത് വൃത്തിയാക്കുന്നത് പടച്ചവനെ നിന്റെ പൊരുത്തത്തിനാണ്, നിന്റെ സന്തോഷത്തിനാണ്, നിന്റെ ആനുകൂല്യത്തിനാണ്. ആ പരിശുദ്ധമായ ആനുകൂല്യം അതിൽപ്പെട്ട 3 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് നമ്മൾ പടച്ചവന്റെ പൊരുത്തത്തെ പ്രതീക്ഷിക്കുക. രണ്ടാമത്തതോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരന്റെ വീട്ടിലേക്ക് വരണമെന്ന് പ്രതീക്ഷിക്കുക. മൂന്നാമത്തതോ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന വീടാകണമെന്ന് പ്രതീക്ഷിക്കുക. ഈ 3 ആഗ്രഹങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വീട് വൃത്തിയാക്കിയാൽ വീടിന്റെ മുക്കുകളും മൂലകളും ചിലന്തി വലകളും അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞ് പല്ലി പോലെ അല്ലെ, വീടിന്റെ ഉള്ളിൽ പല്ലികൾ പോലെ ഉള്ള ചില ജീവികൾ കാഷ്ടിച്ചു വെച്ചിട്ടുണ്ടാകും. അതെല്ലാം നമ്മൾ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുക. അതുമാത്രവുമല്ല, ശത്രുക്കളുടെ എല്ലാവിധമായ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിൽ കണ്ണേറുകൾ ഉണ്ടാകാതിരിക്കാൻ, വേദനകൾ ഉണ്ടാകാതിരിക്കാൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഈ ഒരായത്ത് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുക. അതിൽ ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു നമുക്ക് തരും. ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിക്ക് വേണ്ടി വരവേറ്റുകൊണ്ടിരിക്കുമ്പോ പഴകിയ തുണികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കഴുകണം. 1 കൊല്ലമായി എടുത്തു വെച്ചിട്ട്, 2 കൊല്ലായി റമളാനാണെന്നുള്ള ഒരു ഒരുക്കം മനസ്സിൽ കരുതിയിട്ട് ഒന്ന് എടുത്ത് ഒന്ന് ഒരുക്കി നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിലൊരുപാട് ബലം അല്ലാഹു നമുക്ക് തരും. ഒരുപാട് സന്തോഷം അല്ലാഹു നമുക്ക് തരും. പവിത്രമായ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോ തന്നെ ചില കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത നഷ്ടമാണ്. പവിത്രമായ റമളാനിലേക്കൊന്ന് വരുമ്പോ നമ്മൾ ചെയ്യാറുള്ള 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ?
അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടി വരലാണ്. ആ പൊരുത്തം നേടണമെന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും സന്തോഷത്തോടുകൂടി പോറ്റി വളർത്തിയ മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നേടലാണ്. അവരോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിക്കലാണ്. ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? പാപ്പ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളാണ് ചെയ്തു പോയത്, ഒരുപാട് കുറ്റങ്ങളാണ് ചെയ്തു പോയത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ വന്നാൽ നമ്മുടെ നോമ്പിലേക്ക് നമ്മൾ കിടക്കുമ്പോ അതൊരു സന്തോഷമാണ്. നമുക്കെന്തിനാ ഒരു മടി? നമ്മുടെ ഉമ്മ നമ്മളെ വാപ്പ, നമുക്ക് അവരോടൊന്ന് പൊരുത്തം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് നല്ല മനസ്സോടെ ചെന്ന ഉമ്മ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ ഉമ്മ. ഉപ്പയുടെ അരികത്ത് പോയി, ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, ഉപ്പാന്റെ അരികത്ത് പോയിട്ട് ഉപ്പ നിങ്ങൾ എനിക്ക് പൊരുത്തം തരണമെന്ന് പറയാൻ എന്തേ മക്കൾക്കൊരു മടി വരുന്നത്? എന്തേ മക്കൾക്കൊരു അലർജി വരുന്നത്? ഉപ്പയെന്ന് പറയുമ്പോ നമ്മളെ പൊന്നുപോലെ പോറ്റി വളർത്തിയവരാണ്, നമ്മളെ ചുമന്നുകൊണ്ട് പോയവരാ. അങ്ങനെ ഉള്ള പ്രിയപ്പെട്ട പുന്നാര ഉപ്പയുണ്ടല്ലോ, ആ ഉപ്പയോടൊന്ന് പൊരുത്തം ചോദിച്ചാൽ അത് ഏറ്റവും നല്ല സന്തോഷമാണ്. വാപ്പ പറയാണ്, മോനെ അൽഹംദുലില്ലാ, എനിക്കൊരു കുഴപ്പവുമില്ല, അള്ളാഹു നിന്നെ സന്തോഷത്തിലാക്കട്ടെ. പ്രിയപ്പെട്ട ഉപ്പ പറയുമ്പോ അതിന്റെ ഭാഗ്യം എത്രയാണ്, അതിന്റെ സന്തോഷവും അനുരാഗവും എത്രയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം നേടലാണ്. പിന്നെ രണ്ടാമതായി പറഞ്ഞത്, പിണങ്ങിക്കഴിയുന്ന കുടുംബക്കാരുണ്ടോ, ആ പിണങ്ങിക്കഴിയുന്ന കുടുംബക്കാരുമായി ചെന്നുകൊണ്ട് സലാം പറഞ്ഞിട്ട് മിണ്ടലാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകളുണ്ടല്ലോ, എത്രയോ ആളുകളുണ്ട് സഹോദരങ്ങളെ, പിണങ്ങിക്കഴിയുന്നവർ. ആ പിണങ്ങിക്കഴിയുന്നവരോട് ചെന്നുകൊണ്ട് സലാം പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് ഏറ്റവും നല്ല സന്തോഷമാണ്. നമുക്കിന്നിപ്പോ മിണ്ടാൻ കഴിയില്ല. എന്തേ കാരണമെന്നറിയോ? നമുക്കൊരു അലർജിയാ. എന്ന് പറഞ്ഞ അവനല്ലേ മൂത്തത്, അല്ലെങ്കിൽ അവനല്ലേ ഇളയത്, അവൻ വന്നുകൊണ്ട് മിണ്ടിക്കോട്ടെ എന്നുള്ള ചിന്തയില്ല. ഒരിക്കലും അങ്ങനെ ആകരുത്. ആദ്യമായിട്ട് ആരാണ് ചെന്നുകൊണ്ട് സലാം പറയുന്നത്, അവനെ പോലെ ഭാഗ്യമുള്ളവരില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ അർശിന്റെ തണൽ പോലും കിട്ടാൻ കാരണമാണല്ലോ. അർശിന്റെ തണൽ കിട്ടുന്ന ഒരുപാട് വിഭാഗങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിലും അർശിന്റെ തണൽ തന്നെ കിട്ടാൻ കാരണമാണ് മറ്റുള്ളവരോട് ചെന്നുകൊണ്ട് സലാം പറഞ്ഞ് പൊരുത്തപ്പെടുവിച്ച് നല്ലതുപോലെ കടന്നു വരുന്നത്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരാൾക്ക് വേണ്ടിയല്ല, അവനെ കാണിക്കാനല്ല, മറ്റൊരാളെ കാണിക്കാനല്ല നമ്മൾ പൊരുത്തം ചോദിക്കുന്നത്. അല്ലാഹ് ആ റബ്ബിന്റെ തൃപ്തിക്കാൻ, ഒരു മനുഷ്യനെയും കാണിക്കാനല്ല. നമുക്ക് കിബറ, നമ്മുടെ മനസ്സിൽ അഹങ്കാരോ, ഞാൻ അങ്ങോട്ട് ആദ്യം ചെന്ന് മിണ്ടാനോ, എന്നെ കിട്ടൂല, എന്നെക്കാൾ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവനോട് ഞാൻ അങ്ങനെ ചെന്നിട്ട് സംസാരിക്കാം. എന്നെക്കാൾ ഏറ്റവും കൂടുതൽ താഴ്ന്നവനോട്, എന്റെ സമ്പത്തിനേക്കാൾ ഏറ്റവും കുറഞ്ഞവനോട് ഞാൻ എങ്ങനെയാണ് ചെന്നുകൊണ്ട് സംസാരിക്കുന്നത്? ആ ഒരു ചിന്തയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അതിനാണ് കിബർ എന്ന് പറയുന്നത്. കാരണം ഞാനാണ് വലിയവനെന്നുള്ള ചിന്ത നമുക്കങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ പുറത്ത് എനിക്കുള്ളതൊന്നുമില്ല, നിങ്ങൾക്കുള്ളത് ഒന്നുമില്ല, എല്ലാം അല്ലാഹ്, എല്ലാം റബ്ബിന്റേതാണ്, അല്ലാഹ് തന്നതാണ്, നമ്മുടേതാണ് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകളാണ്, അള്ളാഹു നമുക്ക് തന്ന സന്തോഷങ്ങളാണ്. അതിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് എല്ലാം തിരിച്ചെടുക്കാൻ റബ്ബിന് കഴിയും. അള്ളാഹു ഒന്ന് തീരുമാനിച്ച നിനക്ക് അള്ള തന്ന സമ്പത്തിനെ തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് കഴിയും. നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് കഴിയും. നിനക്ക് തന്ന എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് കഴിയും. അതുകൊണ്ടൊരു മനുഷ്യനോട് കിബർ കാണിക്കരുത്. ഞാനാണ് വലിയവനെന്നുള്ളൊരു ചിന്ത വെക്കരുത്. ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു ചിന്ത വെക്കരുത്. എന്തിനാണ് മുഅ്മിനീങ്ങളെ നമ്മൾ അഹങ്കരിക്കുന്നത്? 10 വേദികൾ കിട്ടിയാൽ, അല്ലെങ്കിൽ 10 പ്രഭാഷണത്തിന്റെ സദസ്സുകൾ കിട്ടിയാൽ പിന്നെ നമ്മളെ കാണാൻ പിന്നെ ക്യൂ നിൽക്കുന്നൊരവസ്ഥയാണോ? പാടില്ലല്ലോ. നമ്മൾ എന്തിനാണ് കിബർ കാണിച്ച് അഹങ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നത്? പാടില്ല. ഒരിക്കലും
നമുക്കതിന് കഴിയില്ല. അള്ളാഹുവിനെ അതിന് കഴിയുള്ളൂ. അള്ളാഹു ആണ് എല്ലാം നമുക്ക് തരുന്നതും നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ പരസ്പരം കുടുംബക്കാരോട് പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അവരോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിക്കലാണ്. പിന്നീട് മൂന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞു പോയത് അയൽവക്കക്കാരോടുള്ള പകയോ വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ ഉണ്ടോ, എന്നാൽ അവരോടും പൊരുത്തം ചോദിക്കലാണ്, അവരെയും ചേർത്ത് പിടിക്കലാണ്, അവരെയും സന്തോഷിപ്പിക്കലാണ്, അവരുടെ മനസ്സിനെയും നമ്മൾ കണ്ടറിയലാണ്. അയൽവക്കക്കാർ, നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവർ, അവരെയും നമ്മൾ കണ്ടറിയാം. അവരുടെ കാര്യങ്ങളെ മുന്നോട്ട് വരിക. അവർക്ക് സങ്കടം വന്നാ നമ്മൾ പരിഹരിക്കുക, അവർക്ക് വേദന വന്നാ നമ്മൾ പരിഹരിക്കുക, അവർക്ക് കഷ്ടപ്പാട് വന്നാൽ നമ്മൾ അതറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക. നമ്മൾ അവരെ സഹായിക്കുമ്പോൾ അള്ളാന്റെ സഹായമുണ്ട്. നാലാമതായിട്ട് അല്ലാഹുവേ പറയുന്നത് അത്തൗബത്തു ഇലല്ലാഹ്. റമളാനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തിട്ട് മടങ്ങലാണ്. റമളാനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തു മടങ്ങലാണ്. അങ്ങനെ തൗബ ചെയ്താൽ, അങ്ങനെ നല്ലതുപോലെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സകലമാന പ്രതിഫലങ്ങളും സകലമാന നേട്ടങ്ങളും സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് തരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് റമളാനിലേക്ക് വരണേ. അപ്പോഴേ നമ്മൾ വിജയിക്കുന്നുള്ളൂ. ആ സമയമേ നമ്മൾ രക്ഷപ്പെടുന്നുള്ളൂ. ഇല്ലെങ്കിലോ പരാജയമാണ്. എല്ലാവരും ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലെല്ലാരും നല്ല നിയ്യത്തോടെ നല്ല മനസ്സോടെ ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, കരുണക്കടലായ തമ്പുരാനെ, പരിശുദ്ധമായ ഈ കലിമത്ത് തൗഹീദ് ആരൊക്കെയാണോ ചൊല്ലിയത്, അല്ലാഹുവേ, അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. പടച്ച റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ആഖിബത്ത് മോശമാക്കല്ല അല്ലാ, അന്ത്യം മോശമാക്കല്ലേ അല്ലാ. എല്ലാവരും നല്ല നീയത്തോടെ ഖൽബറിഞ്ഞ് മനസ്സറിഞ്ഞെന്ന് ചൊല്ലുമോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. വിട പറയുന്ന സമയത്ത് ഒരു തെറ്റുമില്ലാതെ ഒരു കുറ്റമില്ലാതെ പാപങ്ങളില്ലാതെ ദുനിയാവിന്റെ പുറത്തുനിന്ന് മദീനത്തിന്റെ മണിമുത്തിനെ കണ്ട് വിട പറയാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എല്ലാവരും ചൊല്ല് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് 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 യാ ലത്തീഫു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, മാനസികമായ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ സകലമാന രോഗത്തിനും നീ ശമനം തരണേ അല്ലാഹ്. ഈ പവിത്രമായ പരിശുദ്ധമായ ഈ അദ്കാറിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സോടും നല്ല നീയത്തോടെയും നല്ല മനസ്സോടും കൂടി എല്ലാവരും ഒന്ന് ചെല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്തേ മദീന ഈലാണി മന്ദാര ചെപ്പിൽ അഴകാണി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീന ഉമ്മ പൊന്നുമ്മ ആലത്തിൻ മുത്തേ കനിയുമ്മ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ല് കരുണ കാടലേ നബിയേ പോന്തിങ്കൽ നബിയേ റസൂലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരളിൻ കരളായ നൂറേ കാരുണ്യ പൂവേ റസൂലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ അലി സയ്യിദനാ മുഹമ്മദ്. എല്ലാവരും ചൊല്ലിയ സ്വലാത്തുകൾ മുഴുവനും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ ആ സന്തോഷത്തിലേക്ക് എല്ലാവരും ഒന്ന് ഹദിയ ചെയ്യണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا
وحبيبنا ومولانا محمد അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ കാരുണ്യവാനായ അല്ലാഹ് മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് സാധുക്കളായ പാപികളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹുവേ സങ്കടങ്ങളോ വിഷമങ്ങളോ കൊടുത്ത് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ് കരുണക്കടലായ തമ്പുരാനെ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഓരോരുത്തരും ഒരുപാട് പ്രയാസങ്ങളിലും സങ്കടങ്ങളിലുമാണ് റബ്ബേ ഓരോരുത്തരുടെ മനസ്സറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് വേദനകൾ കൊടുക്കല്ലേ അല്ലാഹ് സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ് കടങ്ങൾ വീടാനും അല്ലാഹുവേ വീട്ടിക്കൊടുക്കണേ അല്ലാഹ് സന്തോഷത്തിലാക്കണേ അല്ലാഹ് മോൾക്ക് സ്വാലിഹായ ഇണയെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ മകനിക്ക് ഡ്രൈവിംഗിന്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അല്ലാഹ് ആരെല്ലാം ഏതെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു സ്വീകരിക്കണം റഹ്മാനേ നോമ്പ് കഴിഞ്ഞ് മോനെ ദറസിൽ പഠിക്കാനാക്കുകയാണ് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ ഉസ്താദേ കുറെ വിഷമങ്ങളുണ്ട് അതൊക്കെ മാറ്റിക്കൊടുക്കട്ടെ എന്റെ മകൻ ജോലി നഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന പെട്ടെന്നൊരു വിസ കിട്ടി തിരിച്ചു പോകാൻ അല്ലാഹു റഹ്മത്ത് കൊടുക്കട്ടെ അങ്ങനെ ഒരുപാട് ആളുകൾ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് അല്ലാഹു എല്ലാവരുടെ വേദനകളും സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ് اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين